കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പലതരം വാഴക്കൃഷിയെ പറ്റി. ഇപ്പം എനിക്ക് ഈ വെള്ളം ഒഴിക്കാൻ അങ്ങനെ സമയം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഈ തെങ്ങിനും ഈ കുരുമുളകിനും കിട്ടിക്കോട്ടെ എന്ന് കണ്ടാണ് സ്പ്രിങ്ക്ലർ പോലത്തെ സാധനം ഇവിടെ വെച്ചിരുന്നത്. നല്ല രീതിയിൽ തെങ്ങിനെ വെള്ളം കിട്ടുന്നുണ്ട് ഈ സ്പ്രിങ്ക്ലർ വെച്ചിട്ട്. അതുപോലെ കവുങ്ങിനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കവുങ്ങിന് കിട്ടുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കവുങ്ങിന്. കാണുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വെള്ളം അതിന് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്, അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടെല്ലാം കേൾക്കുന്നത്. അതേപോലെ വാഴയ്ക്കും കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വാഴയ്ക്കും അഡ്ജസ്റ്റബിൾ ഡ്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ചെടികൾക്ക് ഏതളവിൽ വെള്ളം വേണോ ആ അളവിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ വാഴയുടെ ചുറ്റും കുറച്ച് മുള്ളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കഥ ഞാൻ ഇപ്പം തന്നെ പറയാം എന്താണ്. ഇവിടെ എനിക്ക് നീലേമരിയുണ്ട്. നീലേമരിക്കും ഞാൻ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്തിരി വെയിലായതുകൊണ്ട് ഞാൻ ഇത്തിരി ഏറെ ഡ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്തിരി ഏറെ വെള്ളം വരുന്ന രീതിയിൽ. ഈ ഭാഗത്ത് നല്ല ചൂടാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പൈപ്പ് ലൈൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചീര കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചീര കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തൊക്കെ ഞാൻ സ്പ്രിങ്ക്ലർ വെച്ചിരിക്കും. ചീര തയ്യാറായി വരുന്നുണ്ട്. ഞാൻ ആ ബേസിൻ്റെ അകത്ത് പാകിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതിനി ഇതിൻ്റെ ഇടയിൽ ഇത് പോകുന്ന വഴിക്ക് നട്ടു കൊടുത്തിട്ട് സ്പ്രിങ്ക്ലർ കൊടുക്കാം എന്നുള്ള ഉദ്ദേശമാണ്. ഇത് പിറ്റേ ദിവസത്തെയാണ്. ഞാൻ ചീര നട്ടത് അവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു സ്പ്രിങ്ക്ലർ ഞാൻ കുറച്ച് ഒരു 10 സ്പ്രിങ്ക്ലർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പ്രിങ്ക്ലർ അവിടെ കൊടുക്കുകയും ചെയ്തു. ചീരയ്ക്ക് ആവശ്യത്തിന് ഇപ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്. ഒരൊറ്റ സ്പ്രിങ്ക്ലർ വെച്ചാൽ തന്നെ അത് ഫുൾ കവർ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ചീര ഈ അകലത്തിലാണോ നടുന്നതെന്ന്. ഇതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളുടെ ഭാഗമെന്ന് കൂട്ടിക്കോളൂ. നേരത്തെ പറഞ്ഞ നീലേമരി ഞങ്ങൾക്ക് ഇവിടെ എണ്ണ കാച്ചാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വിത്തായതിനു ശേഷം കുറച്ചേറെ നീലേമരി, അല്ലെങ്കിൽ ഞങ്ങൾ മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെ വിട്ട് എടുപ്പിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ തന്നെ കുറച്ചേറെ നീലേമരി നട്ടുപിടിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ചെറുത് 1-2 തുള്ളി വരുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡ്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനിയും പറയാനുള്ളത് ഈ മുളയുടെ മുള്ള് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം. മുളയുടെ മുള്ള് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഗിനിക്കോഴിയുണ്ട്. 1-2 അല്ല, ഒരു 10-15 ഗിനിക്കോഴിയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ വന്ന് ഈ വാഴ 2-3 കളഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെയുള്ള നല്ല പച്ച മുളയുണ്ട്, അതിൽ നിറയെ മുള്ള, നമുക്ക് അടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചുറ്റും വെച്ചതിന് ശേഷം ഈ ഗിനിക്കോഴി വാഴയുടെ ചുറ്റേക്ക് അടുക്കുന്നില്ല. അതിൻ്റെ ചിറകോ കണ്ണോ മൂക്കോ ഒക്കെ പോകുമായിരിക്കും. ഒട്ടയ്ക്ക് കഴിഞ്ഞാലുണ്ടല്ലോ കാണില്ല, അത്രയ്ക്ക് കൂർത്ത മുള്ളാണിത്. കണ്ടില്ലേ, നല്ല കൂർത്ത മുള്ളെന്ന് വെച്ചാൽ നല്ല കൂർത്ത മുള്ള. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോഴത്തെ വിശേഷം. അടുത്ത പ്രാവശ്യം കാണാം.